അൻവർ പറയുന്നത് അൻവറിൻ്റെ മാത്രം വിഷയമാണെങ്കിൽ അൻവറിൻ്റെ പാർക്ക് പൂട്ടിച്ചത് പറയാം, അൻവറിൻ്റെ പേരിൽ കേസെടുത്തത് പറയാം, അൻവറിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറയാം. പക്ഷേ അൻവർ പറഞ്ഞിരിക്കുന്നത് കൊലപാതകമാണ്. ADGPയെ പോലെ ഒരു നിയമം പരിപാലിക്കേണ്ട ഉദ്യോഗസ്ഥൻ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട് എന്നാണ്, ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തു എന്നാണ്, ഒരു കസ്റ്റഡി മരണത്തിന് പോലീസ് ഉത്തരവാദിയായിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ഒരു കേസ് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും അൻവറിൻ്റെയും മാത്രം പ്രശ്നമാവുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അൻവർ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതല്ല. അൻവർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യമുള്ളതായതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഞാൻ കരിമ്പുലിനെ കുറിച്ചല്ല പറയുന്നത്, ജപ്പാൻ കുടിവെള്ളത്തെക്കുറിച്ചല്ല പറയുന്നത്. ഞാൻ പറയുന്ന കാര്യം അൻവർ പറഞ്ഞിട്ടുള്ള ADGP പൂരം കലക്കുന്ന പ്രശ്നം പറഞ്ഞാരാ? ഇപ്പോൾ CPIയിലെ വയനാട് ജില്ലയിലെ CPIയുടെ സെക്രട്ടറി പറഞ്ഞത് നിങ്ങളൊക്കെ വാർത്ത കൊടുത്തു, പക്ഷേ എവിടെയോ അത് മിസ്സായില്ലേ? എന്താ അദ്ദേഹം പറഞ്ഞത്? ആ വൈറ്റ് കാർഡിൻ്റെ വോളണ്ടിയേഴ്സ് വിതരണം ചെയ്തിരുന്ന ഭക്ഷണം തടഞ്ഞത് ആസൂത്രിതമാണ് എന്ന് വെച്ചാൽ രാജൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു റീഹാബിലിറ്റേഷൻ വർക്കിനെ അവിടെ പൊളിക്കാൻ വേണ്ടി ചെയ്തതാണ് ADGP എന്ന ആരോപണം ഭരണകക്ഷിയുടെ ജില്ലാ സെക്രട്ടറി, മറ്റൊന്ന് ഭരണകക്ഷിയുടെ MLA, ആ MLA സപ്പോർട്ട് ചെയ്തതിൻ്റെ പൊതുജീവിതം തന്നെ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് വേറൊരു ഭരണകക്ഷി MLA, മറ്റൊരു മുൻ ഭരണകക്ഷി MLA വന്നിട്ട് ശശിക്കെതിരെ പറയുക. ഇതൊക്കെ നിസ്സാരമായിട്ട് എങ്ങനെ കാണാൻ പറ്റുക? അന്വേഷണം ഏതാണെന്ന് തീരുമാനിക്കേണ്ടത് ഏതായാലും ADGPയെക്കുറിച്ച് SI അല്ല. പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് CBI പോലെയുള്ളൊരു ഏജൻസി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനെ ഓൺ ചെയ്യാണ്. ഞങ്ങളുടെ പാർട്ടിയെ വിഷയത്തിൽ പാർട്ടിയുടെ അഭിപ്രായം പറയും. അതുകൊണ്ട് അന്വേഷണം ഏതായാലും ഈ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാതെ എന്താണ് ഹെഡ്മാഷെക്കുറിച്ച് അന്വേഷിക്കാൻ ഭാഷ ഏൽപ്പിക്കുന്ന പണി ശരിയായ പണിയല്ല. പുറംചൊറിച്ചിൽ നടക്കേണ്ടത് എനിക്കറിയില്ല, പക്ഷെ അകിട് മാന്തി കൊടുക്കുന്ന പണി സുരേന്ദ്രൻ ചെയ്യുന്നുണ്ട്. അനങ്ങിയാൽ മെനക്കെടുന്ന സുരേന്ദ്രൻ എവിടെയുള്ളത്? പ്രതിപക്ഷത്തിന് റോട്ടുമെന്ന് ഇറങ്ങാൻ എപ്പോഴാണ് സമയം ഉണ്ടാവുക? ആജാതി വിഷയങ്ങളല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വയനാട് റീഹാബിലിറ്റേഷൻ ഇഷ്യൂസുകൾ ഞങ്ങൾ സമരം ചെയ്യേണ്ടതാണ്, ഇത് സമരം ചെയ്യേണ്ടതാണ്. ഞങ്ങൾക്ക് പറയാവുന്ന കാര്യങ്ങൾ, ഞങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തലാണ്. ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ആ ബോധ്യപ്പെടുത്തലുകൾക്ക് റിസൾട്ട് ഉണ്ടായിരുന്നുവെന്നും ജനങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നും ജനങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതല്ലാതെ സമര രീതികൾക്കൊക്കെ പഴയ ഒരു രീതി അല്ലല്ലോ കേരളത്തിൽ പൊതുവെ സ്വീകരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഞങ്ങൾ സമരരംഗത്ത് തന്നെ ഉണ്ടെന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. ഞങ്ങൾ തന്നെയാണ്. സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ നിയമസഭ അന്നും ഞാൻ പറഞ്ഞാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ രവിയെക്കുറിച്ച് ഞാൻ കണ്ണൂരിൽ നിന്ന് സംസാരിക്കുമ്പോൾ മാതൃഭൂമിയുടെ ലേഖകൻ അന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട്, ആരാണ് ഈ രവി? ആ രവി ആരാണെന്ന് നിങ്ങൾ കണ്ടു, EDയുടെ മുമ്പിലേക്ക് പോയ രവി. അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹം ശിവശങ്കർ ജയിലിലേക്ക് പോയി. അത് കഴിഞ്ഞിപ്പോൾ ശശി. അവിടെ ഏതാ ഉള്ളതെന്ന് ഒരു മര്യാദയുള്ള ആരാ ഉള്ളത്? എല്ലാവരും കള്ളന്മാർ, പോലീസും കള്ളന്മാർ. മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ശശി അതിനേക്കാൾ ഭീകരമാണെന്ന് പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ ആരാ ഉള്ളത് അവിടെ? അൻവറിൻ്റെ ലക്ഷ്യം പാർട്ടി സെക്രട്ടറി അൻവറൊക്കെ കൂടി തീരുമാനിച്ചിട്ട് അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരും. പക്ഷേ അൻവറിൻ്റെ ലക്ഷ്യം എന്ത് തേങ്ങാക്കൊലയാണെങ്കിലും ഈ കൊലപാതകമടക്കം പറഞ്ഞിരിക്കുന്ന, സ്വർണ്ണക്കടത്തടക്കം പറഞ്ഞിരിക്കുന്ന, കസ്റ്റഡി മരണമടക്കം പറഞ്ഞിരിക്കുന്ന ഈ പ്രശ്നത്തെ അങ്ങനെ വിടാൻ പറ്റുന്ന കാര്യമല്ല. അയാളുടെ ഇഷ്ടം എന്തോ ആവട്ടെ. അല്ല, CPM മടുത്തു, ഞാനൊരു സഖാവാണെന്ന് റീപോസ്റ്റ് ഇട്ടു, അതിലൊന്നും നിൽക്കുന്ന പ്രശ്നമല്ലേതെന്ന്. അത്ര ഭീകരമായ ഇഷ്യൂസ് അല്ലേ ഇത്? അൻവറിൻ്റെ വ്യക്തിപരമായ സുഖനഷ്ട ലാഭങ്ങളുടെ ഒന്നും സംസാരിക്കേണ്ട വിഷയമല്ലത്. ഇതൊരു പബ്ലിക്കിൽ അല്ലെങ്കിൽ അൻവർ വന്ന് പറയണം, ഞാൻ അന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി, അങ്ങനെയൊന്നുമില്ല, ADGP വളരെ മാന്യനാണ്, കൊലപാതകം നടന്നിട്ടില്ല, അദ്ദേഹം ആളുകളെ കൊല്ലിക്കുന്നില്ല എന്ന് മാത്രമല്ല ആ കുട്ടികളെ പോലും ഓമനിക്കുന്ന ആളാണ്, എനിക്കൊരു തെറ്റ് പറ്റിയെന്ന് പറയട്ടെ. ഇന്നലെയും അൻവർ നിങ്ങളെ മുമ്പിൽ വെച്ച് പറഞ്ഞത്, ഞാൻ പറഞ്ഞ വാദങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല, അന്വേഷണം നടക്കട്ടെ എന്നിട്ട് പറയാമെന്ന്. എന്നിട്ടും അദ്ദേഹം പറയുന്നുണ്ട് ഇനി ഞാൻ പറയാമെന്നാണ്. എന്നെക്കുറിച്ച് പരിഹസിച്ച് പോസ്റ്റ് ഇട്ട ആളാണ് അൻവർ. ആ അൻവർ പറയുകയാണ്, എനിക്ക് ജീവിക്കണമെങ്കിൽ തോക്ക് വേണം. ഞാനിതുവരെ പറഞ്ഞിട്ടില്ല, ഈ ജാതി അതിക്രമങ്ങൾ എനിക്കതിരെ നടത്തിയിട്ട് ഞാനിതുവരെ എനിക്ക് ജീവിക്കാൻ തോക്ക് വേണമെന്ന് പറഞ്ഞ് മാത്രമല്ല, എൻ്റെ വീട്ടിൽ എൻ്റെ ഫാദർ ഇൻ ലോയുടെ തോക്ക് ഞാൻ കൊണ്ട് സറണ്ടർ ചെയ്തു. ഇനി അത് വെച്ചിട്ട് ഇവർ കുഴപ്പമുണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് ഇവന് തോക്കിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിട്ട് തോക്ക് വേണമെന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്നൊരു സാഹചര്യത്തിൽ അൻവറിന് എന്നല്ല, ഏതൊരു പൗരനും അവരുടെ ജീവനും സ്വത്തിനൊക്കെ ഉണ്ടാകുന്ന അനാവശ്യമായ തെറ്റായ തരത്തിലുള്ള എല്ലാ ഭീഷണികളെയും ചെറുക്കാൻ പരസ്പരം ഉത്തരവാദിത്വമുണ്ട്. അത് പ്രതിപക്ഷ നേതാവിനുണ്ട്, മുസ്ലിം ലീഗ് പാർട്ടിക്കുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അൻവറുമായി ബന്ധപ്പെട്ട നിസ്സഹായ അവസ്ഥയിൽ നിന്ന് അൻവർ പറഞ്ഞിട്ടുള്ള കാര്യം അത്. ഇതൊരു ഭയങ്കര കോസ് നിൽക്കുന്ന ആളാണ് അൻവർ എന്നുള്ള അഭിപ്രായമൊന്നും ഇതിനകത്തില്ല. അങ്ങനെ ഞങ്ങൾ വിചാരിക്കണമില്ല.